ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ അലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 500 രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ UG പ്രോഗ്രാം ആയിട്ടുള്ള BCom, BBA, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ 7 UG പ്രോഗ്രാമിനാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. 500 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി PG പ്രോഗ്രാം ആയിട്ടുള്ള MBA, MCom, MA ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 700 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് PG പ്രോഗ്രാമിന് മേടിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ താഴെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകളുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ലെങ്തി വീഡിയോ കണ്ടോളൂ കേട്ടോ. 2024 ജാനുവരി സെഷൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ എടുത്താൽ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്, കൺഫർമേഷൻ ഡിലേ ആവുന്ന ഇഷ്യൂസ്, പിന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ ലോഗിൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. 2024 ജാനുവരി സെഷൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മളിതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അഡ്മിഷൻ കൺഫർമേഷൻ വരാത്തത് 2-3 ഇഷ്യൂസ് കാരണമാണ്. ഒന്നാമത്തെ കാര്യം ഇഗ്നോ ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സപ്പോസ് MBAക്ക് എലിജിബിലിറ്റി ഉള്ളത് ഡിഗ്രിക്കകത്ത്, അതായത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ട് അതിനകത്ത് 50 അബവ് മാർക്ക് ഉണ്ടെങ്കിൽ ആ അഡ്മിഷൻ കിട്ടുള്ളൂ. റിസർവ്ഡ് കാറ്റഗറിക്ക് 5% റിലാക്സേഷൻ ഉണ്ട്, അതായത് അവർക്ക് 45% ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഈ കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തില്ല, അതായത് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അകത്ത് 40% മാർക്കുള്ളൂ, എന്നിട്ട് നിങ്ങൾ MBA അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇഗ്നോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് എലിജിബിൾ സ്റ്റുഡൻ്റ് അല്ല, നിങ്ങളുടെ അഡ്മിഷനിൽ ഇതുണ്ട്, ഡിസ്ക്രിപ്പൻസി ഉണ്ട്, ഈ ഡിസ്ക്രിപ്പൻസി റിമൂവ് ആക്കണം. അതായത് ഡിഗ്രിക്കകത്ത് 50 അബവ് ഉള്ള കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതായത് അതിനർത്ഥം എന്താണ്, ഡിഗ്രിയിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആവുള്ളൂ, അല്ലാതെ നമുക്ക് കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഉള്ളതല്ലേ അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എലിജിബിലിറ്റി അല്ലാതെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ആക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിലോ അല്ലെങ്കിൽ മെസ്സേജോ വരും. ആ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നോയുടെ അഡ്മിഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്പൻസി റിമൂവ് ആക്കാൻ പറ്റുന്ന ഇഷ്യൂ ആണെങ്കിൽ റിമൂവ് ആക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ പല ഡിസ്ക്രിപ്പൻസി പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ല എന്നാണ്. അതായത് അണ്ണാമലൈ, ഭാരതിയാറൊക്കെ പോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ UG ചെയ്തിട്ട് ഇഗ്നോയിൽ PG ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. ഒരുപാട് പേരുടെ അഡ്മിഷൻ അങ്ങനെ ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിഗ്രിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്പൻസി വന്നിട്ട് അവസാനം റിജക്റ്റ് ചെയ്യും, അതായത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്തേക്കുന്ന ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് തീരെ ക്ലിയറില്ല, ഒട്ടും വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്പൻസി വരും. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റീ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ചില പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് ആവശ്യമുണ്ട്, ചിലതിന് മാത്രം കേട്ടോ. അപ്പോൾ അവർ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി വരും. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണ് നോർമൽ ഡിസ്ക്രിപ്പൻസി വരുത്തുന്ന ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ടോ മെസ്സേജ് ആയിട്ടോ ഇൻഫോർമേഷൻ തരും. അങ്ങനെ കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങൾ അഡ്മിഷൻ പോർട്ടൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇമെയിൽ ID ഫോൺ നമ്പറൊക്കെ കൊടുത്ത് തെറ്റാണെങ്കിൽ ഇങ്ങനെ മെയിലോ മെസ്സേജോ ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അഡ്മിഷൻ പോർട്ടലിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അവിടെ ഡിസ്ക്രിപ്പൻസിയുടെ അവിടെ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സ്റ്റുഡൻറ്റിനൊന്നും ആരും ഇങ്ങനെ അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ അഡ്മിഷൻ പോർട്ടലിൽ വരിക, ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞ് യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ യൂസർ ID പാസ്വേഡും കൊടുത്ത് ക്യാപ്ച വെരിഫിക്കേഷൻ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗം വരും. ഇതിനകത്ത് 4ാമതായിട്ട് കാണാൻ കഴിയും അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി എന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നോ ഡിസ്ക്രിപ്പൻസി ആണ്. നിങ്ങളുടെ അഡ്മിഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണിക്കും. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും അപ്ലോഡ് ചെയ്തൊന്നും ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വ്യക്തമായിട്ട് ഇവിടെ എഴുതുകയും ചെയ്യും. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള പുതിയൊരു സ്പേസും കൂടി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയറിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ വ്യക്തമായിട്ട് കാണിക്കുകയും ആ വ്യക്തമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് സൊല്യൂഷൻ ഇവിടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താണ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പുതിയ സ്പേസ് വന്നിട്ടുണ്ടാവും, അതെന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില ആൾക്കാർ പറയേണ്ട അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ടായിരുന്നു, റിമൂവ് ചെയ്ത് കൊടുത്തു, പക്ഷേ ഇതുവരെയായിട്ടും കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുള്ളത്. അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി വന്നിട്ട് നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കൺഫർമേഷൻ കിട്ടാൻ കുറച്ച് പണിയാണ്. അതായത് നോർമൽ ഉള്ളതിനേക്കാളും ഡിലേ ഉണ്ടാവും.
എന്തായാലും അഡ്മിഷൻ മൊത്തം ക്ലോസ് ചെയ്തതിനു ശേഷം വിത്തിൻ 1 വീക്കിനുള്ളിൽ എന്തായാലും കൺഫേം ആവും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് ഡിസ്ക്രിപ്പൻസി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കൺഫർമേഷൻ വരുന്നത്. ഓക്കെ.